ഹായ് ഗായ്സ്, അപ്പം ഞാൻ പിന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി തൊപ്പിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടാണെങ്കിൽ ഇന്ന പോലെ ഒരുത്തം വിളിച്ചു, അങ്ങനെയാണ് മെറ്റയാണ് മാടയാണ് ചക്കയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ എടുത്തിട്ടായിരുന്നു. പക്ഷേ കൊല്ലം എന്നാണ് പറയുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി എന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 1.25 മണിക്കൂർ എടുക്കും കൊല്ലത്തോട്ട് ചെല്ലാനാണ് കറക്റ്റ് ഇത്. അപ്പം ഇത് കായംകുളം കരുനാഗപ്പള്ളി എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റിൻ്റെ ഇതുണ്ട് മെയിൻ കരുനാഗപ്പള്ളിയിൽ എത്തുമ്പം. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. തൊപ്പി അങ്ങനെ വെല്ലുവിളിയൊക്കെ സ്വീകരിച്ച് കരുനാഗപ്പള്ളിയിലോട്ട് യാത്രയായി. അപ്പം അതിനു മുമ്പ് അവിടെയുള്ള ആൾക്കാർ എല്ലാം അവനെ അതിനു മുമ്പ് തൊപ്പി അവനും കൂടെ ഒരു ലൈവിലൊരു വീഡിയോ കോളൊക്കെ വന്നാകപ്പട അലമ്പും വിടുമ്പും. അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് വെക്കാം. അത് കണ്ടിട്ട് വധഭീഷണിയാ നോക്കിയിട്ടുള്ളേ. ഞാൻ ഇപ്പൊ ഒരു കേസ് കൊടുത്താൽ നീ തീർന്ന്. മുഹമ്മദ് അഫ്സാൽ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അവിടെ പോയി അവൻ അടിച്ചു പൊട്ടിക്കും. ചത്തിക്കളി നായന്റെ മോനെ, നിന്റെ ചത്തിക്കളി. അപ്പൊ ലൈവിലെ സംസാരം നമ്മൾ കുറച്ച് ക്ലിപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവനെ കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിലെ പ്രോഗ്രാം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, തൊപ്പി ഫാൻസാരൊക്കെയാണെന്ന് തോന്നുന്നു. ഇവനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച അളിയന്റെ ഒരു വീഡിയോ കണ്ടാം. ആളെ കിട്ടി തൊപ്പിയെക്കാളും വല്ല ചെയ്ത ഉള്ള കാര്യം ഞാൻ പറയുക. അല്ല ഞങ്ങളെ ചഗ് വിധി ഉണ്ടെങ്കിൽ പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ നാളെ മരിക്കും. ഇല്ലെങ്കിൽ അവന്റെ നെഞ്ചാമൂട് നോക്കി ചെക്ക നാളെ കൊല്ലത്ത് വരും ചെയ്യും. വൈകുന്നേരം ലൈവ് ഇട്ടിട്ട് ഞാൻ വരും കേട്ടോ. ലൈവില് വന്നിട്ട് ഉദ്ഘാടനവും ചെയ്ത് നിന്റെ മുന്നിൽ കൂടെ നടന്നു പോകും കേട്ടിനാ. നിനക്ക് നീയില്ലേ കൊല്ലത്ത് നിനക്ക് പറ്റുന്നാത്ത അത്രയും ആളെയും കൂട്ടിട്ട് നീ വാ. ഞാൻ ഒറ്റ കാടുണ്ടാവും, വന്ന് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോകും. തൊപ്പിയുടെ വെല്ലുവിളിയൊക്കെ കൊള്ളാം. സത്യം പറഞ്ഞാൽ കരുനാഗപ്പള്ളിക്കാർ വെറും പാവങ്ങളാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്. പിന്നെ അവർ ഈ വലിയ അടുത്തൊക്കെ എന്താ പറയണ്ടേ, ഞങ്ങളുടെ വല്യമ്മയുടെ വീടൊക്കെ അവിടെയൊക്കെയാണ്. അപ്പം ഞാൻ അവിടെ പോകുന്നതൊക്കെ പിന്നെ അടുത്തുള്ളവരായിട്ടൊന്നും വലിയ സഹകരണമൊന്നുമില്ല. പക്ഷെ അവർ നല്ല സ്നേഹം, എല്ലാ കാര്യത്തിനും നല്ല സഹകരണമുള്ള ആൾക്കാരൊക്കെ തന്നെ. പിന്നെ ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ കാണും വല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് ഇത്രയും വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിച്ചത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊപ്പി ആരെ കാണാൻ പോകുന്നത്, കരുനാഗപ്പള്ളിയിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ട് വിളിക്കാങ്ങണ്ടായി. അവിടുത്തെ ഇച്ചിരി ക്രൗഡൊക്കെ കാരണം ഉണ്ടായി കുറച്ച് ഇതൊക്കെ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാനിടാം. സംഭവം അറിയില്ലേ, ഇത് പിള്ളേർ കുറച്ച് സീനാക്കിയിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്താ എന്തെങ്കിലും അടിയാ എന്തെങ്കിലും ഇതുണ്ടോ, പ്രശ്നമുണ്ടോ? എന്തിന്റെ പ്രശ്നം എന്ന് പറ. ആള് കൂടിയതിന്റെ പ്രശ്നം ഗതാഗതം മറ്റേ സീനാ. ഇവര് ക്രൗഡിന്റെ ഇടയിൽ ഇവര് തൊയഞ്ഞു കയറിയിട്ടുണ്ടാവുക. കയ്യില് ടൂൾസ് എന്തെങ്കിലും ഉണ്ടാവും. ഇവരങ്ങൊരു വരഞ്ഞിട്ടങ്ങ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പേരിൽ ഒരു കേസ് പറയാനില്ല, കാരണം ഞാൻ പറഞ്ഞത് അനക്കിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ആള് കൂടിയാലും ബ്ലോക്ക് ആയാലും അടി നടന്നാലും എനക്കൊന്നും അറിയണ്ട. അതല്ല അവര് പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തിട്ടാണ് ഇത് നടത്തുന്നത് പറഞ്ഞത്. അത് അവരും പോലീസുകാരുമായിട്ട് പറഞ്ഞതായി. അതെ, അത് അവരും പോലീസുകാരും ഒക്കെ ചെയ്യേണ്ട ഇതാണല്ലോ. കാരണം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് ആ സംഘടന മീൻസ് അതിന്റെ ഓണറിന്റെയും പിന്നെ അവിടുത്തെ പോലീസിന്റെ ഒക്കെയാണ്. അവന്റെ കാര്യം വന്ന് കറക്റ്റായിട്ട് ചെയ്തിട്ട് പോകണം. അങ്ങനെ ഇപ്പൊ തൊപ്പി വന്ന ഒരു നാനോ കാറില്ല. അത് അതിനേക്കാളും വലിയ രസം. ഈ നാനോ കാർ വന്നപ്പോഴത്തേക്ക് ഈ ഈ ബിയർ കുപ്പിയൊക്കെ എടുത്ത് എറിയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ ഈ ബഹളം ഉണ്ടാക്കാനും തെറി വിളിക്കാനും അങ്ങനെ കുറെ ടീംസ് വന്നു അവിടെ. പിന്നെ വന്നപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ ആൾക്കാരായിരിക്കാം, വന്ന് ഇറക്കേണ്ട ആൾക്കാരൊക്കെ ആയിരിക്കാം. ഇപ്പം തൊപ്പി ഹേറ്റേഴ്സും ഉണ്ടല്ലോ കൂടുതലും. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ വഷളായതും തൊപ്പി കാരണമാണ്, അങ്ങനെ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കും ഇടയ്ക്കൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ യൂത്ത് കോൺഗ്രസ് സംഘടന തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ഒരു വോട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പം ആ ആളിൻ്റെ വോട്ട്
35 വയസ്സിന് താഴെ ഉള്ളു, വൈഫിൻ്റെ ഓട്ട. അപ്പോൾ ആ സമയത്ത് മോൻ ഫേസ്ബുക്ക് എടുത്ത് എന്തുവാ തൊപ്പിയുടെ വീഡിയോ എങ്ങനെ എടുത്തപ്പോഴത്തെ കവറച്ചം വന്നിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ തൊപ്പിയുടെ വീഡിയോ കാണരുത്, അവൻ്റെ ഈ നശിച്ചവൻ്റെ വീഡിയോ കാണില്ലെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൊച്ചനെ കയറി ഫയർ ചെയ്ത്. അവൻ 6ലോ 7ലോ കണ്ട് പഠിക്കുന്ന ചെറുക്കനാണ്. അത് അവസാനം കൊച്ചൻ പേടിച്ച് ഫോണൊക്കെ കട്ട് ചെയ്ത് മീൻസ് ഓഫ് ആക്കി അത് അച്ഛൻ്റെ കൊടുത്തു. അപ്പോൾ ഈ പേരൻസ് മീൻസ് എന്ന് പറഞ്ഞാൽ 30-40 വയസ്സ് റേഞ്ചൊക്കെ ഉള്ള ടീംസ് ഉണ്ടല്ലോ. ആ ടീംസിലെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല അത്യാവശ്യം ഇതൊക്കെ ഉള്ള ആക്റ്റീവായിട്ടുള്ള അവരൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു വിഷയത്തിലാണ്, തൊപ്പിയുടെ കാര്യത്തിൽ. അപ്പം തൊപ്പി വിഷയമാണെന്നുള്ള രീതിയിലൊരു ടോക്ക് ചിലപ്പോൾ ഉണ്ടായി കയറാം. പക്ഷെ ഇവൻ കാണിക്കുന്നത് എന്താണ്, ഈ ബിയർ ബോട്ടിൽ ഇവന്മാർ ആൾക്കാരൊക്കെ കാണിക്കുന്നത് എന്തിനാ? പോട്ടെ, ഇത്രയൊക്കെ ഡയലോഗ് അടിച്ച് എന്നിട്ട് ഇവന്മാർ കാണിക്കുന്നത് എന്താ? തൊപ്പി കാരണം പിള്ളേർ വഷളാവുന്നതെന്ന് പറയാൻ ചെയ്തിട്ട് ഇവനൊക്കെ കാണിക്കുന്നത് എന്താ? കുപ്പിയേറും കല്ലേറും ഒക്കെയാണോ നല്ലത്? ഇത് കഴിഞ്ഞിട്ട് അളിയനെ വരുന്നുണ്ട്, അളിയനെടുത്ത് പഞ്ഞിക്കിടും എല്ലാവരും കൂടെ, ഈ ഫാൻസും എല്ലാവരും കൂടെ എടുത്ത് അങ്ങ് പഞ്ഞിക്കെന്ന് വെച്ചാൽ പഞ്ഞിക്ക്. അവസാനം പോലീസൊക്കെ ഓടിച്ച് എനിക്ക് തോന്നുന്ന പോലീസിലായിരുന്നു അവൻ തൊലഞ്ഞു പോയതിനെ സത്യത്തിൽ. ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പം ആ ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും അളിയനെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ തൊപ്പി കയറിയപ്പോൾ ഒന്ന് പറഞ്ഞ് കയറി വൈറലാവാന്ന് കരുതി കാണും പാവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൊപ്പി ഇങ്ങനെയുള്ള ലോക്കൽ വീഡിയോസിനെ കയറി പുള്ളി റിയാക്ട് ചെയ്യുക നല്ല രീതി, അതുപോലെ റിയാക്ട് ചെയ്ത് അവനും വൈറലായി. ഒന്ന് ആലോചിക്കണം, തൊപ്പി ഇപ്പോൾ ഒരു പൊസിഷനിലെത്തി, തൊപ്പിയുടെ കൂടെ വില പോവല്ലേ, നിങ്ങൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. അവൻ പോട്ടെ, ഇപ്പം അവനിപ്പോൾ നല്ല അത്യാവശ്യം എന്താ പറയണ്ടേ, തൊപ്പിയെ പറഞ്ഞ ഒരാൾ ഇപ്പം റോഡിൽ കൂടെ പോകുമ്പോൾ തൊപ്പിയെ തെറി പറഞ്ഞവനല്ലേ പോകുന്നത്. അയ്യോ എന്തായാലും ചിലവർക്കൊക്കെ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടായിരിക്കും, ചിലവർക്കൊക്കെ ചിലപ്പോൾ ഒരു റീസൺ പറഞ്ഞു കൊടുക്കായിരിക്കും. അപ്പം എന്തായാലും തൊപ്പി കാരണം അത്യാവശ്യം അവൻ വൈറലായി. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും അടുത്ത പുല്ലാപ്പായിട്ട് വരും, അന്ന് തൊപ്പിയെ പറഞ്ഞവനാ, അപ്പം അവന് ചങ്കൂറ്റമുള്ളതാണെന്ന് അങ്ങനെ. ഇതിപ്പം എന്താ പറയണ്ടേ, അവൻ കാണിക്കേണ്ട കൂട്ട് മാസം കാണിച്ചു, മാസം എന്നല്ല പറയണ്ട, മാസം കാണിക്കാൻ പോയത് അവസാനം ചവിട്ടും കൂട്ടി പോവുകയും ചെയ്തു അങ്ങനെ. അപ്പം തൊപ്പി ഇത്രയും ഒരു നല്ല രീതിയിൽ നിൽക്കുക, 10-8-9 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉണ്ട്. തൊപ്പിയും കൂടെ കുറച്ചൊന്ന് ഒതുങ്ങിയാൽ നല്ലതായിരിക്കും. നമുക്കും തൊപ്പിയുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം ഗൈസ് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ബൈ.